ഇത് നമുക്കറിയാം, മാർക്കിൽ ഒരുപാട് കമ്പനികൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ കാറ്റഗറി തന്നെ ഡിഫറെന്റ് കമ്പനികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, മറ്റുള്ള കമ്പനികളിലേക്ക് തിരിയും. അപ്പൊ അങ്ങനെ അവർ ശ്രദ്ധ പോകാതെ നമ്മളെ ബ്രാൻഡിൽ തന്നെ അവരെ നിലനിർത്തണമെങ്കിൽ നമ്മളേറ്റവും അവരെ ഒരു എൻഗേജ് ചെയ്യണം, നമ്മളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് വേണം, നല്ല രീതിയിൽ അവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ ഓരോ വിശ്വസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ സുഹൃത്തിന്റെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു കിഡ്സിന്റെ ഷോപ്പാണ്. അവിടെ വരുന്ന ഓരോ കിഡ്സ് ഡ്രസ്സ് എടുത്ത് പോകുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവർ വാങ്ങിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരു ബർത്ത്ഡേ വിഷസ് എന്ത് ചെയ്യും, അവരെ സോഷ്യൽ മീഡിയയിലൂടെയും ഇവർക്ക് പേഴ്സണലി ആയിട്ടും വാട്സപ്പിലായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പോലും അറിയാത്ത, നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത നമ്മൾ ഒരു സ്ഥാപനം നമുക്ക് വിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹാപ്പിനെസ് എത്രമാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതേ രൂപത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ പല രീതിയിലും ട്രീറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ എന്താണ് മെത്തേഡ് എന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്.